ഹായ് ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങി കീർത്തി സുരേഷൊക്കെ മെയിൻ റോളിലെത്തിയ ഉപ്പു കപ്പുറമ്പു എന്ന് പറയുന്ന ഒരു കോമഡി തെലുങ്ക് മൂവിയുടെ എക്സ്പ്ലനേഷനാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതിനു മുമ്പ് ഇപ്പോഴും നമ്മുടെ ചാനൽ പലരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അങ്ങനെ നമ്മുടെ മൂവി തുടങ്ങുകയാണ്. ഒരു ഗ്രാമം കാണിച്ചാണ് മൂവി തുടങ്ങുന്നത്. അന്നേ ദിവസം അവിടുത്തെ ഗ്രാമത്തലവൻ മരിച്ചു. അയാളെ അടക്കം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടെ അങ്ങോട്ട് പോകുന്ന സീനാണ് ആദ്യം കാണിക്കുന്നത്. ഇത് ഈ കാറിൽ പോകുന്നതിനില്ലേ, അവൻ്റെ പേര് മധുബാബു എന്നാണ്. ഇവൻ അടുത്ത തലവനാകണം എന്നാണ് ആഗ്രഹം. ഇവനെപ്പോലെ തന്നെ വേറൊരാൾക്കും അവിടെ ഗ്രാമത്തലവനാകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ പുള്ളിയാണ് ഇതാ ഇവിടെ കസേരയിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ്റെ പേരാകട്ടെ ഭീംരാജ് എന്നാണ്. ഇവർ തമ്മിൽ ഭയങ്കര ശത്രുക്കളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ എൻട്രി കാണിക്കുന്നത്. നമ്മുടെ ഹീറോയുടെ അച്ഛനാണ് മരിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു സോഡാ കുപ്പി കണ്ണാടി ഇട്ട് നമ്മുടെ ഹീറോയിനുണ്ടല്ലോ ഇരുന്ന് കരയുന്ന സീൻ കാണിക്കുന്നു. ആ കരച്ചിൽ കാണുമ്പോഴത്തേ തന്നെ ആൾക്കാർക്കെല്ലാം ചിരിയാണ് വരുന്നത്. ഇവളുടെ അച്ഛൻ മരിച്ചു, ഇനി ഇവള് വല്ലതും അടുത്ത തലവയായിട്ട് കയറുമോ എന്നായിരുന്നു എല്ലാവരുടെ ചിന്ത. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന വേറെ ആരുമല്ല, അവിടെ ചിന്ന എന്ന് പറയുന്ന നമ്മുടെ ഹീറോ ഉണ്ടായിരുന്നു. ഒരു ചെറിയ ഹീറോയാണ് പടത്തിൽ. പുള്ളിക്കാരൻ്റെ എൻട്രിക്ക് വേണ്ടിയാണ്. കാര്യം പുള്ളി വന്നാലേ ഈ ബാക്കി ചടങ്ങുകളെല്ലാം കഴിയുമായിരുന്നുള്ളൂ. അതായത് മരിച്ചവരുടെ കല്ലറയ്ക്കകത്ത് എങ്ങനെയാണെന്നൊക്കെ മരിച്ചെന്നൊക്കെ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നത് ചിന്നയും ചിന്നയുടെ അസിസ്റ്റൻറ്റുമായിരുന്നു. അങ്ങനെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവർ അമ്മയായിട്ട് സംസാരിക്കുകയാണ്. അന്നേരം അവർ അമ്മ പറയുന്നുണ്ട്, എന്നെയും ഈ മണ്ണിൽ തന്നെ അടക്കിയേക്കണേ മകനെ എന്ന് പറയുന്നു. ഇത് കേട്ട് ചിന്ന പറയുന്നുണ്ട്, നിങ്ങളെന്തിനാണ് എപ്പോഴും മരണത്തെപ്പറ്റി പറയുന്നത്, ചുമ്മാതിരിക്കൂ അമ്മയെന്നൊക്കെ പറഞ്ഞ് പോകുന്ന സീനും കാണിക്കുന്നു. കട്ട് ചെയ്ത് അടുത്ത സീനിലുണ്ടല്ലോ ഗ്രാമത്തലവിയായി നമ്മുടെ നായിക ഉണ്ടല്ലോ പുള്ളിക്കാരെ തിരഞ്ഞെടുക്കുന്ന സീനാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയുടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കണ്ണാടി വെച്ചില്ലേ ഒന്നും തന്നെ കാണത്തില്ല. അന്നേ ദിവസം ഇവർ അമ്മ ഒരു ഫംഗ്ഷന് പോകില്ലേ, നീ പൊട്ട കണ്ണാടി മാറ്റി നേരെ പോകൂ എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനുണ്ടല്ലോ കണ്ണ് കാണാതെ അവിടേക്ക് എന്തൊക്കെയോ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടുകയാണ്. ആ സമയത്ത് നമ്മുടെ മധുബാലയും ഭീംരാജും എല്ലാവരും കൂടെ ചേർന്ന് ഇവളെ കളിയാക്കുന്നു. ഇവളാണോ ഈ നാട് ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് ആ കാരണവരുണ്ടല്ലോ നമ്മുടെ CID മൂസയ്ക്കകത്ത് നമ്മുടെ ദിലീപിന് മറ്റേ ക്യാപ്റ്റൻ രാജ് കൊടുക്കത്തില്ലേ ബാധ്യതകൾ, അതേപോലെ ഒരു കൂട്ടം ബാധ്യതകൾ ഇവളുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുന്നു, ഇതെല്ലാം നീ തന്നെ പരിഹരിക്കണം എന്ന് പറയുന്നു. ഇത് കാണുന്ന ഇവന്മാർ രണ്ടുപേരുണ്ടല്ലോ ഇവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് പുറത്താക്കണം എന്തായിരുന്നു ചിന്ത. അങ്ങനെ ഇരിക്കെ ശ്മശാനത്തിൽ ഇരുന്ന് നമ്മുടെ ചിന്നയുണ്ടല്ലോ അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ്റെ കണ്ണിൽ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടുന്നത്. അതെന്താണെന്ന് അവൻ പറയുന്നുമില്ല. പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ ആ നാട്ടിലൊരു ചടങ്ങുണ്ട്. എല്ലാ ആഴ്ചയിലും നാട്ടുപ്രമാണി, അതായത് നമ്മുടെ തലവി, ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കണം. അങ്ങനെ അന്നേ ദിവസം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നായിക അങ്ങോട്ട് പോകുന്ന സീനുണ്ട്. മരിക്കുന്നതിന് മുമ്പ് തൻ്റെ അച്ഛൻ പറഞ്ഞ കുറേ സൂത്രങ്ങളുണ്ട്. ഈ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ടാണ് നമ്മുടെ ഹീറോയിൻ നേരെ അങ്ങോട്ട് പോകുന്നത്. അവിടെ ഇവിടെ കാത്തിരിക്കുന്ന വേറെ ആരുമല്ല, നമ്മുടെ ഭീംരാജില്ലേ, പുള്ളിയും മധുബാബുവിൻ്റെ ആൾക്കാരുമാണ്. കുറേ അധികം ചോദ്യങ്ങൾ ചോദിച്ച് എങ്ങനെയെങ്കിലും ഗ്രാമത്തലവൻ്റെ പദവിയിലോട്ട് അവർക്ക് കയറണം, ഇവളെ ആദ്യം ഇവിടുന്ന് അടിച്ചോട്ടിക്കണം എന്നായിരുന്നു അവർ ആഗ്രഹം. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷ തെറ്റി നമ്മുടെ ഹീറോയിനുണ്ടല്ലോ ഭയങ്കര ബോൾഡായിട്ട് അവർ അച്ഛൻ പറഞ്ഞു തന്ന പോലെ എല്ലാത്തിനും ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് എല്ലാ ജനങ്ങളെയും വായടപ്പിച്ചു. അങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർന്നല്ലോ, ഇനി എനിക്ക് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു സോഡയൊക്കെ കുടിച്ചിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ പോകാൻ നേരത്താണ് ചിന്നയുടെ എൻട്രി. ഇവനെ കണ്ട നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നിനക്കെന്താണ് പ്രശ്നം, നിനക്കെന്താ പ്രോബ്ലം എന്ന് ചോദിക്കുന്നു. ആ ടൈമിൽ ചിന്ന പറയുന്നുണ്ട്, എനിക്കല്ല നമ്മുടെ നാടിനാണ് പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോഴാണ് ചിന്നയ്യ പറയുന്നത്, നമ്മുടെ ശ്മശാനത്തിലുണ്ടല്ലോ ഇനി 4 പേരെയും കൂടെ അടക്കാനുള്ള സ്ഥലമുള്ളൂ, അത് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാരെ എങ്ങനെ അടക്കും എന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ട ഹീറോയി, ഇതൊക്കെ എന്നോടാണോ ചോദിക്കുന്നത്, നീ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കുമെന്ന് പറയുന്നു. ഇത് കേട്ട് ജനങ്ങൾ പറയുന്നുണ്ട്, അവനല്ലല്ലോ ഗ്രാമത്തലവിയല്ലേ എല്ലാത്തിനും തീരുമാനം എടുക്കേണ്ടത്, ഞങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടു തരണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ വീട്ടിൽ തലപ്രാന്ത് എടുത്ത് പോയിട്ട് നമ്മുടെ മാപ്പൊക്കെ എടുക്കുന്നുണ്ട്. അതായത് കത്തി സിനിമയിൽ വിജയ് എടുക്കത്തില്ല ടാൻ 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 അതേപോലെ മാപ്പൊക്കെ എടുത്തിട്ട് അവിടുത്തെ ഏറ്റവും വലിയ പ്രദേശങ്ങളൊക്കെ നോക്കുന്നു. ഇവിടെ എവിടെയെങ്കിലും ശ്മശാനം കെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കിയാണ് നമ്മുടെ ഹീറോയിൻ. അങ്ങനെ ആ ഒരു കാര്യം ഒന്നും നടക്കാതെ വന്നപ്പോൾ നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ നേരെ നമ്മുടെ ചിന്നയെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞാടാ, എനിക്ക് എന്തെങ്കിലും മറുപടി പറഞ്ഞേ പറ്റൂ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ വെച്ചുണ്ടല്ലോ നമ്മുടെ ഹീറോയും ചിന്നയും കൂടെ ഒരു ഐഡിയ കണ്ടുപിടിക്കുകയാണ്. 4 പേരെയും കൂടി ഇനി ഉടനെ അടക്കാം, അതുകൊണ്ട് ആദ്യം മരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് നമുക്ക് തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ പറഞ്ഞ പോലെ നമ്മുടെ ചിന്നയും അസിസ്റ്റൻറ്റും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ഉടനെ മരിക്കും എന്ന് തോന്നുന്നത്, അങ്ങനെ ഉള്ള ആൾക്കാരുടെ ലിസ്റ്റുകൾ തേടി നടന്നെടുക്കുകയായിരുന്നു. അങ്ങനെ 7-8 പേരുടെ പേരുകൾ എഴുതി വെച്ചെങ്കിലും നമ്മുടെ ചിന്നയുണ്ടല്ലോ ഏറ്റവും ഒടുവിൽ അവൻ്റെ അമ്മയുടെ പേരും കൂടെ എഴുതുന്നുണ്ട്. കാര്യം അവർ അമ്മയ്ക്കും ആ മണ്ണിൽ തന്നെ അടക്കണം എന്നായിരുന്നല്ലോ ആഗ്രഹം. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ അങ്ങനെ ഗ്രാമത്തലവിയായിട്ട് എല്ലാവരുടെ മുമ്പിൽ വന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു, നമ്മുടെ നാട്ടിൽ ഇനി 2 വർഷത്തിലേക്ക് ഒരു 4 പേര് കൂടി മരിക്കുമായിരിക്കും, അവരുടെ ലിസ്റ്റുകൾ ഞാൻ ഉടനെ പറയാം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട ഭീംരാജും മധുബാബും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാണ്. കാര്യം മധുബാബുവിൻ്റെ അച്ഛനാണെങ്കിൽ നല്ല പ്രായം, പുള്ളി എപ്പോൾ വേണേലും മരിക്കും, അതുകൊണ്ട് എൻ്റെ അച്ഛൻ്റെ പേരും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം എന്ന് പറയുന്നു. ഇത് കേട്ട ഭീംരാജ് പറയാണ്, എനിക്കും നല്ല പ്രായമായല്ലോ, എൻ്റെ പേരും കൂടെ ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ആകെ മൊത്തം 10 പേരായി. അതിൽ 4 പേരെ എങ്ങനെയും സെലക്ട് ചെയ്യണ്ടേ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിലൊരു പരിപാടിയൊക്കെ വെച്ച് അതിൽ 4 പേരുടെ പേരുകൾ ഞറുക്കിട്ടെടുക്കുന്ന സീനാണ് പിന്നീട് കാണിക്കുന്നത്.
അതിൽ 2 പേരുടെ സീൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മധുബാബുവും അതേപോലെ ഭീംരാജും ദേഷ്യപ്പെടുകയാണ്. കാര്യം തൻ്റെ അച്ഛൻ്റെ പേരോ അല്ല തൻ്റെ പേരോ അതിനകത്ത് വന്നിട്ടില്ല. അങ്ങനെ 3ാമത്തെ പേരാകട്ടെ നമ്മുടെ മധുബാബു ഇല്ലേ, പുള്ളിക്കാരൻ്റെ അച്ഛൻ്റെ പേര് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാൾ ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു. 4ാമത്തെ പേര് വന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഭീംരാജ് ഇല്ലേ, പുള്ളിയുടെ പേരാണ്. പക്ഷേ അത് നമ്മുടെ ഹീറോയിൻ പറയുന്നില്ല. അതിന് പകരം അവിടെ അവർക്ക് ചിന്നയുടെ അമ്മയുടെ പേര് വിളിച്ചു പറയുന്നു. കാര്യം ചിന്നയുടെ അമ്മയുടെ ആഗ്രഹം അവൻ അവളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭീംരാജിൻ്റെ പേര് വരും അവൻ്റെ അമ്മയുടെ പേരാണ് അവൾ വിളിച്ചു പറഞ്ഞത്. ഭീംരാജിൻ്റെ പേര് വന്നതുമില്ല, മധുബാബുവിൻ്റെ അച്ഛൻ്റെ പേര് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം മധുബാബുവിൻ്റെ വീട്ടിൽ ഉത്സവമായിരുന്നു. അങ്ങനെ അവിടെ മദ്യവും ബഹളവും എല്ലാമായിരുന്നു. ആ മദ്യത്തിനിടയ്ക്ക് നമ്മുടെ ഒരു നാട്ടുകാരുണ്ടല്ലോ, മദ്യത്തിന് പവർ കൂട്ടാൻ വേണ്ടി കുറേ ബാറ്ററിയും എന്തൊക്കെയോ വാരിയിട്ട് പിറ്റേ ദിവസം അതിൽ നാളെ കുടിച്ച് ചാവുകയും ചെയ്തു. അങ്ങനെ കഷ്ടപ്പെട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയതും എല്ലാം വെള്ളത്തിലായി. കാര്യം അന്നത്തെ പാർട്ടി കഴിഞ്ഞതോടെ 4 പേര് മരിക്കുകയും ചെയ്തു. അവരെ 4 പേരെ അവിടെ കുടിച്ചിടുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഹീറോയിൻ്റെ തലവേദന വീണ്ടും കൂടിയാണ്. കാര്യം തല മൊത്തം തീർന്നല്ലോ, ഇനി ഒരാൾ മരിച്ചാൽ എവിടെ അടക്കും എന്നായിരുന്നു ചിന്ത. ആ ടൈമിലാണ് നമ്മൾ കാണിച്ചു തരുന്നത് നമ്മുടെ ചിന്നയുണ്ടല്ലോ കള്ളം പറഞ്ഞാണ്. ആക്ച്വലി അവിടെ 5 പേരെ അടക്കം, അതിൽ ഒരു സ്ഥലം അവൻ അവർ അമ്മയ്ക്ക് വേണ്ടി മനഃപൂർവ്വം മാറ്റിയിടുകയായിരുന്നു. അങ്ങനെ ആരും അറിയാതെ ഒരു ഡെമ്മി കല്ലിനകത്ത് എന്തെങ്കിലും എഴുതി അവിടെ കൊണ്ട് വെക്കണമെന്നായിരുന്നു ചിന്നയുടെ ആഗ്രഹം. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി ചിന്നയെ അങ്ങോട്ട് ശ്മശാനത്തിലോട്ട് പോകുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ ശ്മശാനത്തിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരുന്നുണ്ട് കാറിൽ കുറേ ആൾക്കാരായിട്ട്. എന്നിട്ട് ഇവനോട് പറയുന്നുണ്ട്, ചിന്നയ്യ നീയും കൂടെ വാ, നമ്മൾ അപ്പുറത്തെ ഗ്രാമത്തിലോട്ട് പോവുകയാണ്, എവിടെന്നെങ്കിലും നമുക്ക് കുറച്ച് സ്ഥലം കാശ് കൊടുത്ത് മേടിക്കാം എന്ന് പറയുന്നു. അപ്പോൾ ചിന്ന പറയുന്നുണ്ട്, ഞാനെന്തിനാ, നിങ്ങൾ പോയിട്ട് വരൂ എന്ന് പറയുന്നു. ഇല്ല, നീയും വന്നേ പറ്റൂ, കാര്യം നിനക്ക് മാത്രമേ എത്ര ഏരിയയിൽ ഒരുപാട് പേര് അടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ നീ കൂടെ വേണം എന്ന് പറയുന്നു. അങ്ങനെ ഇവർ തൊട്ടടുത്തുള്ള നാട്ടിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ആരും തന്നെ സ്ഥലം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. അതിൽ ഒരു ഗ്രാമത്തലവൻ കൊടുക്കാൻ തയ്യാറായി. പക്ഷേ അയാൾ 25,000 ഭൂമിക്ക് ചോദിച്ചത് 1,00,000 രൂപയായിരുന്നു. അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ നേരെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന സീനും കാണിക്കുന്നു. വീട്ടിൽ വന്നിട്ട് അവൾ നേരെ അമ്മയുടെ അടുത്ത് തല്ലി കയറുകയാണ്. എനിക്ക് ഈ പദവി വേണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ഈ പദവിയിൽ നിന്ന് ഒഴിയാൻ പോവുക, എനിക്ക് സ്വസ്ഥത വേണം എന്നൊക്കെ പറയുന്നു. കട്ട് ചെയ്ത് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ നമ്മുടെ ചിന്നയും കൂട്ടി നേരെ ശ്മശാനത്തിലോട്ട് പോവുകയാണ്. നമുക്കൊന്നും കൂടെ നോക്കാം, ചിലപ്പോൾ 1-2 പേരും കൂടെ അടക്കാനുള്ള സ്ഥലം കിട്ടിയാലോ എന്ന് ചിന്നയോട് അവൻ പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ചിന്നയെ പറയുന്നുണ്ട്, ഇല്ലില്ല, ഞാൻ എല്ലാം നോക്കിയതാണ്, ഇവിടെ ഇനി ഒരു സ്ഥലം പോലും ബാക്കിയില്ല. കാര്യം അവൻ്റെ അമ്മ അടക്കാൻ വേണ്ടി അവൻ്റെ ഒരു ഡെമ്മിക്കെല്ലാം അവിടെ കുടിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അവളത് കണ്ടുപിടിക്കുമോ എന്ന് നമ്മുടെ ഹീറോയ്ക്ക് പേടിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ഒരു ഡെമ്മിക്കെല്ലുണ്ടല്ലോ നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. എന്നിട്ട് ചിന്നയോട് ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാത്തിലും എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ചിന്നയെ പറയുന്നുണ്ട്, അത് ഒരുപാട് നാൾ മുമ്പുള്ളതായിരിക്കും, 100 വർഷം പഴക്കമുള്ള കല്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അതിലൊന്നും കാണാത്തതെന്നൊക്കെ പറയുന്നു. ഇത് കേട്ട ഹീറോയിൻ തുള്ളിച്ചാടുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ കിട്ടി, നാളെ ഞാൻ എല്ലാം സെറ്റാക്കും എന്ന് പറയുന്നു. അങ്ങനെ പിറ്റേ ദിവസം എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മുടെ ഹീറോയിൻ പറയുകയാണ്, നമുക്കൊരു കൺക്ലൂഷൻ കിട്ടിയിട്ടുണ്ട്, വേറൊന്നുമല്ല, 100 വർഷം പഴക്കമുള്ള എല്ലാവരെയും നമ്മൾ ഇതേപോലെ ശ്മശാനങ്ങൾ മാന്തുക, എന്നിട്ട് അവരെ എല്ലാം കൂടെ ഒരിടത്ത് അടക്കം ചെയ്യുക, എന്നിട്ട് ആ ശ്മശാനത്തിൽ പുതിയ ആൾക്കാരെ പുതപ്പിക്കുകയും ചെയ്യാം. അതാകുമ്പോഴത്തേക്ക് ഇനി 100 പേരെ കൂടെ നമുക്ക് അടക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആദ്യമൊന്നും ആ നാട്ടുകാർ സമ്മതിച്ചില്ലെങ്കിലും ഏറ്റവും ഒടുവിൽ എല്ലാവരും സമ്മതിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്രാമത്തലവയുടെ PA എല്ലാം കൂടെ ചെയ്യുന്ന ഒരു 100 വർഷം പഴക്കമുള്ള ആൾക്കാരുടെ പേരും ഡീറ്റെയിൽസും ആ കല്ലറെ നോക്കി എഴുതി വരികയാണ്. ആ സമയത്ത് ചിന്നയെ പറയുന്നുണ്ട്, ഒരുപാട് വൈകി, ഇനി രാത്രിയായി, ഇനി നാളത്തേക്ക് നോക്കിയാൽ മതി എന്ന് പറയുന്നു. കാര്യം അവൻ്റെ അമ്മയുടെ കല്ലില്ലേ, ആ ഒരു കല്ലിൻ്റെ അടുത്തെത്താറായി. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഇവരെ അവിടെ നോട്ടിക്കണം എന്നായിരുന്നു അവൻ്റെ ചിന്ത. അങ്ങനെയുള്ള ചിന്നയുണ്ടല്ലോ ഒരുവിധം കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവരെ തിരിച്ചു വിടുകയാണ്. എന്നിട്ട് രാത്രി ആരും കാണാതെ ഡേറ്റുകളൊക്കെ എഡിറ്റ് ചെയ്ത് അവർ അമ്മയുടെ കല്ലറ പുതുതായിട്ട് പണിയാനുള്ള പരിപാടിയായിരുന്നു. അങ്ങനെ ആരും കാണാതെ പാതിരാത്രി ഒരു ചാക്കൊക്കെ തലയിട്ട് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ആ ഡേറ്റ്, അമ്മയുടെ കല്ലിൻ്റെ ഡേറ്റ് ഉണ്ടല്ലോ എഡിറ്റ് ചെയ്യുമായിരുന്നു. ആ സമയത്താണ് ആ കുടിക്കാരനുണ്ടല്ലോ പുള്ളിക്കാരൻ കുടിച്ചിട്ട് അങ്ങോട്ട് വരുന്ന സീൻ കാണുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് പ്രേതമാണെന്ന് പറഞ്ഞ് അയാൾ നിലവിളിച്ച് വീട്ടിലോട്ട് ഓടുന്ന സീനും കാണിക്കുന്നു. ഈ ഒരു സീനോട് കൂടി ഈ ഒരു പ്ലാൻ മൊത്തം തകിടം മറിയുകയാണ്. വേറൊന്നുമല്ല, അയാൾ ചെന്ന് നാട്ടുകാരത്തെല്ലാം കാര്യം പറയുന്നുണ്ട്, ഇവിടെ മൊത്തവും പ്രേതവും പിശാചും ഇറങ്ങിയിട്ടുണ്ടെന്ന്. ഇത് കേട്ട നാട്ടുകാരെല്ലാം തിരികെയാണ്. നമ്മുടെ കാരണവരുടെയൊക്കെ ഇതേപോലെ നമ്മുടെ ഈ ശവകുടീരം മാന്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാൻ വേണ്ട, ഇത് നിർത്തലാക്കൂ എന്ന് എല്ലാവരും പറയുന്നു. ഈ ഒരു പ്രശ്നം പറഞ്ഞിട്ട് വേറൊരു പ്രശ്നം കൂടെ ഉണ്ടാവുകയാണ്. അതായത് മരിച്ചവരുടെ ജാതിയില്ലേ, ആ ജാതിക്കനുസരിച്ച് ഓരോരുത്തരുടെ കല്ലറയ്ക്കുന്നത് കളർ അടിക്കുന്നുണ്ട്. ബീബാബുൻ്റെ ആൾക്കാർ കുറേ പച്ചയും മധുബാബുൻ്റെ ആൾക്കാർ കുറച്ച് ചുവപ്പും അടിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ചിന്നയുണ്ടല്ലോ പുള്ളിക്കാരൻ നേരെ വന്ന് ശ്മശാനത്തിലൂടെ നോക്കിയാണ്. അപ്പോഴാകട്ടെ മൊത്തം കളർഫുള്ളായിട്ടിരിക്കുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അവൻ്റെ കല്ല് മാത്രം ആരും കളർ അടിച്ചിട്ടില്ല. അതെങ്ങനെയെങ്കിലും ആൾക്കാരെ കണ്ണിപ്പെടുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കളർ അടിക്കണം എന്നവൻ തീരുമാനിക്കുന്നു. അങ്ങനെ മധുബാബുവിൻ്റെ പെയിൻ്റ് ഉണ്ടല്ലോ ആ ഒരു ബ്ലൂ കളർ, ആ കളർ നമ്മുടെ ഹീറോ അടിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ആൾക്കാർ ഇതെങ്ങനെയോ കണ്ടുപിടിച്ച് മധുബാബുവിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ്, നമ്മുടെ എണ്ണം കൂടിയിരിക്കുന്നു, ആരോ നമ്മുടെ കള്ളത്തരം കാണിച്ച് അടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ നാട്ടിലെ സമാധാനവും സന്തോഷവും എല്ലാം പോയി മൊത്തത്തിൽ തകടം മറിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഹീറോയിന് ഈ കാര്യം എപ്പോഴേ മനസ്സിലായി. കാര്യം ഹീറോയുടെ പരിങ്ങൾ കണ്ടപ്പോഴേ അവൾക്ക് കാര്യം മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ വിളിച്ചിട്ട് ഈ കാര്യം ചോദിക്കുന്നു. ഏറ്റവും ഒടുവിൽ അവൻ അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. അതായത് വേറൊന്നുമില്ല, ആ നാട്ടിൽ ആൾക്കാർ ഈ കല്ലറയ്ക്ക് പെയിൻ്റൊക്കെ അടിക്കാൻ പോയില്ലേ, ആ സമയത്താണ് നോട്ടീസ് ചെയ്യുന്നത്
നമ്മുടെ ഭീംരാജില്ലേ, പുള്ളിക്കാരൻ്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ നാട്ടുതലവൻ. പുള്ളി എവിടെയോ പോകാൻ നേരത്ത് ടെമ്പററി ആയിട്ടാണ് നമ്മുടെ ഹീറോയിൻ്റെ അച്ഛന് ഈ പോസ്റ്റ് കൊടുക്കുന്നത്. അതെല്ലാം അയാളുടെ ശവക്കല്ലറ എഴുതി വെച്ചിരുന്നു. ഇതറിയുന്ന ഭീംരാജ് തുള്ളിച്ചാടിയാണ്. അപ്പോൾ എൻ്റെ അച്ഛനായിരുന്നല്ലേ നാട്ടുതലവൻ, ഇവളുടെ അച്ഛനല്ലായിരുന്നല്ലോ, അപ്പോൾ ഞാനല്ലേ പുതിയ തലവൻ എന്ന് പറഞ്ഞ് നാട്ടുകാരടുത്ത് മുമ്പിൽ ഒന്ന് പറയുന്നുണ്ട്. അത്രയും ആൾക്കാർ മുമ്പിൽ വെച്ച് നമ്മുടെ ഹീറോയും പറയുന്നുണ്ട്, എങ്കിൽ നിങ്ങൾ തന്നെ നാട്ടുതലവനായിരിക്കും, ഞാൻ പിന്മാറിയേക്കാന്ന് പറയുന്നുണ്ട്. അവിടെ വേറെ ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. നമ്മുടെ ഹീറോ ഉണ്ടല്ലോ, ആരും കാണാതെ അവർ അമ്മയുടെ ശ്മശാനത്തിലെ കല്ലില്ലേ, ആ കല്ലെടുത്ത് ഒരു മരത്തിൻ്റെ മുകളിലോട്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്ന് ചില്ലൊടിഞ്ഞ് അവൻ താഴെ വീഴുകയും ചെയ്തു. ഇത് കണ്ട് നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്, അപ്പോൾ ഇവനാണല്ലോ കള്ളത്തരം കാണിച്ച് ഇവനെ തല്ലിക്കൊല്ലുമെന്ന് പറഞ്ഞെടുത്ത് അടിക്കുന്ന സീനും കാണിക്കുന്നു. അങ്ങനെ പുതിയ നാട്ടായ്മയൊക്കെ വന്ന ശേഷം ആദ്യത്തെ വിധി വരികയാണ്. ഈ കള്ളത്തരം കാണിച്ച് ഇവനെയും ഇവൻ്റെ അമ്മയും ഇവിടുന്ന് നാട് കടത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തകർന്ന് തരിപ്പണമായിരിക്കും നമ്മുടെ ഹീറോ എടുത്തോട്ട് അവൻ്റെ അസിസ്റ്റൻ്റ് ഓടി വരുന്ന സീൻ കാണിക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ നിന്നെ വിട്ട് പോയടാ, ഇനി നീ എന്ത് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ശരിക്കും തളർന്നു പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഒരു ലേലം വിളിയാണ്. ലേലം വിളിക്കുന്നത് വേറൊന്നിനുമല്ല, ഒരു ശ്മശാനത്തിൽ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസ് ആർക്ക് വേണമെന്നുള്ള ലേലം വിളിയായിരുന്നു. ലേലം വിളിച്ചെടുക്കുന്നവർക്ക് മരിക്കുമ്പോൾ അവിടെ കിടക്കാം, അതായിരുന്നു ലേലം. അങ്ങനെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് ആ ഒരു സ്ഥലത്തിന് ലേലം വിളിക്കുകയാണ്. പക്ഷേ നമ്മുടെ പുതിയ നാട്ടുരാജാവുണ്ടല്ലോ, അതായത് ഗ്രാമത്തലവൻ, പുള്ളിയാണെ വിട്ടുകൊടുക്കുന്നുമില്ല. അങ്ങനെ വിളിച്ച് ഏറ്റവും ഒടുവിൽ 1,00,000 രൂപയ്ക്ക് അയാൾ ആ സ്ഥലം സ്വന്തമാക്കി. 1,00,000 രൂപയ്ക്കാണോടാ ഞാൻ ഈ സ്ഥലം മേടിച്ചെന്നുള്ള രീതിയിൽ രാവിലെ അയാൾ അവിടെ വന്ന് നോക്കുകയും ചെയ്തു. അപ്പോഴവിടെ ഒരു ചെറിയൊരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട്. അന്നേ ദിവസം രാത്രിയിലുണ്ടല്ലോ, അതായത് ഇവൻ്റെ അമ്മയൊക്കെ മരിക്കുന്നതിൻ്റെ തലേ ദിവസം നമ്മുടെ ഹീറോയിനോട് ചേർന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 ജാതിപ്പെടാത്ത കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാം കൂടെ വിളിച്ച് ആലോചിക്കുകയാണ്. അതായത് നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കളിച്ച് കുറച്ച് കാശ് ഒപ്പിക്കണം, എന്നിട്ട് ഈ ഒരു കാശ് കൊണ്ട് നമുക്ക് തൊട്ടടുത്തുള്ള ഭൂമി മേടിക്കാമെന്ന് പറയുന്നു. അതായത് അന്ന് ഇതേ സ്ഥലം 1,00,000 രൂപ ചോദിച്ചിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മുടെ നായകൻ തിരിച്ചു വന്നത്. ഇന്ന് ഭീംരാജുവിൻ്റെ പൈസ വെച്ച് തന്നെ ആ ഒരു സ്ഥലം അവൾ മേടിച്ചു. അങ്ങനെ ആ ഒരു നാട്ടിലുണ്ടല്ലോ ഒരു പുതിയ ശ്മശാനം കിട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവൻ്റെ അമ്മയുണ്ടല്ലോ നമ്മുടെ ഹീറോയുടെ ആ സ്ഥലത്ത് കൊണ്ട് അടക്കുന്നു. എന്നിട്ട് അവൻ അമ്മയോട് പറയുന്നുണ്ട്, അമ്മ ആഗ്രഹിച്ച പോലെ ഞാൻ അമ്മയെ മണ്ണിൽ തന്നെ അടക്കി, പക്ഷേ മരമൊന്നുമില്ല, പകരം ഞാനൊരു മരം വെച്ചേക്കാം എന്ന് പറയുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ദിൽരാജുനുണ്ടല്ലോ ആ ഒരു പോസ്റ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. കാര്യം നാട്ടുകാർക്കെല്ലാം നമ്മുടെ നായിക മതിയായിരുന്നു. അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ നായികയുണ്ടല്ലോ വീണ്ടും പിടിച്ച് ഗ്രാമത്തലവിയാക്കുകയാണ്. ആ ടൈമിൽ അവൾ പറയുകയാണ്, എൻ്റെ ദൈവം ഇനി വീണ്ടും ഞാൻ തന്നെയോ എന്നുള്ള രീതിയിൽ കാണിച്ചു നിർത്തുന്നു. ഈ ഒരു സീനോട് കൂടി ഈ മൂവി അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും താഴെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.